PV കുട്ടൻ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. കുട്ടൻ, വേഗത്തിൽ ഒരു കാര്യം, ഇന്നത്തെ ഒരു പൊതുവായ പ്രവർത്തനം നമ്മൾ മന്ത്രിയോട് സംസാരിച്ചു, ഇന്നത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് കേരളത്തിൻ്റെ വിഷയത്തെ അവതരിപ്പിച്ചതിനെക്കുറിച്ചാണ് രാജ്യസഭാ അംഗം സംസാരിച്ചത്. അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അനൂപ് സംസാരിച്ചു. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് രക്ഷാപ്രവർത്തനം നാളെ കുറേ കൂടി ശക്തമായി. മഴ പെയ്യുന്നത് വലിയ തിരിച്ചടിയാകുന്നുണ്ട്, വലിയ പ്രതിബന്ധമാകുന്നുണ്ട്. പക്ഷേ ആ ബെയിലി പാലം പൂർത്തീകരിച്ച് JCBയും ഹിറ്റാച്ചിയും ഒക്കെ എല്ലാ പ്രദേശത്തേക്കും എത്തിച്ച് രക്ഷാപ്രവർത്തനവും തെരച്ചിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോവുക എന്ന നിലയിലൊരു വലിയ പരിശ്രമമാണോ ഈ രാത്രിയിലും അവിടെ നടക്കുന്നത്? നാളെ അതിൻ്റെ ഒരു പ്രതീക്ഷ, അത് കുറേ കൂടി ശക്തമായ ഒരു രക്ഷാപ്രവർത്തനം തെരച്ചിൽ നാളെ പ്രതീക്ഷിക്കാമോ, കൂടുതൽ ശക്തമായി? ശരത്ത്, ബെയിലി പാലം നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പൂർത്തിയാകുമെന്നാണ്, നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നടന്നാൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. നമുക്കറിയാം, വലിയ ദുർഘടമായ സാഹചര്യത്തിൽ പോലും അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് വളരെ കൃത്യമാർന്ന വളരെ വേഗതയിലുള്ള രക്ഷാപ്രവർത്തനമാണ് വിവിധ സേനകൾ നടത്തിയിരിക്കുന്നത്. ഈ മുണ്ടക്കയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ക്യാമ്പിലെത്തിയവർ തന്നെ നമ്മളോട് പറഞ്ഞത്, ഈ രക്ഷാപ്രവർത്തകർ ദൈവത്തെ പോലെയാണ്, അത്രയും വേഗതയിൽ നമ്മുടെ അടുത്തേക്ക് എത്തി, അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവൻ രക്ഷപ്പെട്ടതെന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് വലിയ ദുരന്തത്തിനിടയിലും വലിയ സങ്കടങ്ങൾക്കിടയിലും അത്തരം കാര്യങ്ങളിൽ അവർ ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ട്. ഏതായാലും ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നു. 9 മന്ത്രിമാരാണ് ഈ വയനാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മന്ത്രിമാരുടെ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കെ രാജൻ, അതോടൊപ്പം തന്നെ VN വാസവൻ, PM മുഹമ്മദ് റിയാസ്, വയനാട് നിന്നുള്ള OR കേളു, വീണ ജോർജ്, AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക്, GR അനിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷാപ്രവർത്തനം അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വയനാട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അദ്ദേഹം തന്നെയാണ് ഈ സംഭവം നടന്ന ആ സെക്കൻഡ് മുതൽ വളരെ ഊർജിതമായ രീതിയിലുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ ഏകോപനവും ഒക്കെ നടത്തിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് മന്ത്രിമാരുടെ യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായ യോഗത്തിൽ പങ്കെടുക്കും. 11:30 വയനാട്ടിൽ കലക്ട്രേറ്റിൽ തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രിയുമൊക്കെ സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രി കൂടി നേരിട്ട് ഇവിടെ എത്തി നേരിട്ട് തന്നെ ഇവിടെയുള്ള ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ വലിയ ആശ്വാസകരമാണ്. കാരണം വയനാട്, കേരളം തന്നെ ഇതുവരെ കാണാത്ത അത്രയും വലിയ ദുരന്തമാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. അതുകൊണ്ട് തന്നെ വളരെ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും തുടരുന്നത്. ശരത്ത്, ശരി, നമ്മളോടിപ്പോൾ കുട്ടൻ സംസാരിക്കുന്ന ഘട്ടത്തിലും അവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. സർവകക്ഷി യോഗം വയനാട്ടിൽ, നേരത്തെ മന്ത്രി VN വാസവനും അത് സൂചിപ്പിച്ചു, സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടാണ് ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് രക്ഷാപ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം മാത്രമാണ് വയനാട്ടിലേക്ക് എത്തുക എന്നതും ഇന്നലെ തന്നെ വാർത്തകളിലുണ്ടായിരുന്നു. ഇന്നലെയും ഇന്നും ആ അവലോകനം, ഏകോപനം പൂർത്തീകരിച്ചുകൊണ്ടാണ് നാളെ അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാട്ടിലെത്തി സർവകക്ഷി യോഗം ചേരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്താൻ പോകുന്നു. കനത്ത മഴ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പ്രതിബന്ധം, ഇപ്പോഴത്തെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക്, തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്.